വി.എസ്. എന്ന വിപ്ലവ സൂര്യൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് വി.എസിൻ്റെ വേലിക്കകത്ത് വീട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം വി.എസിൻ്റെ വീടിൻ്റെ മതിലിൽ മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ, വി.എസ്. ജീവിച്ചു തീർത്ത ഒരുപാട് നിമിഷങ്ങൾ, സമരങ്ങൾ, അതിൻ്റെയെല്ലാം ചിത്രങ്ങൾ ഇങ്ങനെ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. വളരെ സുന്ദരമായ നിലയിൽ വി.എസിൻ്റെ ഓരോ നിമിഷവും ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ചിത്രകലാ അക്കാദമിയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ വി.എസിൻ്റെ ചിത്രങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. നമുക്ക് വീടിനകത്തേക്ക് പോയി കഴിഞ്ഞാലും ഒരുപാട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ, വി.എസിൻ്റെ സമര ജീവിതത്തിൻ്റെ ഭാഗമായ നിമിഷങ്ങൾ, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് ജീവിത സന്ദർഭങ്ങൾ ഒക്കെ ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തു വച്ചിട്ട് കാണാം. നമുക്ക് ഇതേ ദൃശ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വി.എസ്. അന്ന് അവിടെ സന്ദർശനം നടത്തിയപ്പോൾ ഉദ്യോഗസ്ഥർക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു ബോട്ടിൽ സഞ്ചരിക്കുന്ന ചിത്രമാണ് ആദ്യമായി ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുമായി സല്ലപിച്ചിരിക്കുന്ന വി.എസ്., വളരെ ആർദ്രമായി കുട്ടികളുമായി സംസാരിക്കുന്ന വി.എസിൻ്റെ ഒരു ചിത്രം കാണാം. അതോടൊപ്പം അതിനിപ്പുറത്തേക്ക് വന്ന് സ്വീകരിക്കുന്ന അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വി.എസിൻ്റെ സഭയിലെ ഒരു ചിത്രം കാണാം. അതിനിപ്പുറമാണ് മൂന്നാറിലെ വൻകിട ഭൂമി കയ്യേറ്റങ്ങളും റിസോർട്ടുകളും ഒഴിപ്പിക്കാൻ വി.എസ്. നിയോഗിച്ച പ്രത്യേക ദൗത്യ സംഘത്തോടൊപ്പം അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ മല കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാസർഗോട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കു വേണ്ടി, അവർക്ക് നീതി ഉറപ്പാക്കുന്നതിനു വേണ്ടി വി.എസ്. നിരാഹാരമനുഷ്ഠിച്ചത് അത് ഒരുപക്ഷെ കേരളത്തിൻ്റെ സമര ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രധാനമുള്ള ഒരു ഏടായിരിക്കാം. അന്നത്തെ മുഖ്യമന്ത്രി കൂടിയായ വി.എസ്. തരത്തിലൊരു സമരത്തിന് നേതൃത്വം നൽകുന്നു. അങ്ങനെ ആ ചിത്രങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം വി.എസ്. പ്രസംഗിക്കുന്ന ഒരു ചിത്രം കാണാം. വി.എസ്. കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാം. അതിനിപ്പുറം വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായിരിക്കെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ സ്വീകരിക്കുന്ന വി.എസിൻ്റെ ഒരു ചിത്രം, എയർപോർട്ടിൽ സ്വീകരിക്കുന്ന ഒരു ചിത്രം കാണാം. ഈ ചിത്രങ്ങൾക്കെല്ലാം ഒരു ജീവനുണ്ട് എന്ന് തോന്നിപ്പിക്കും വിധം തന്നെയാണിത് ഇവിടെ വരച്ചു ചേർത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ നിർമ്മാണോദ്ഘാടന വേളയിലുള്ള ചിത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അതോടൊപ്പം CPIMൻ്റെ സമുന്നത നേതാക്കൾക്കൊപ്പമുള്ള വി.എസിൻ്റെ ചിത്രം കൂടിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ യെച്ചൂരിക്ക് ഹസ്തദാനം നൽകുന്ന വി.എസ്. ഒപ്പം സമീപത്തായി കോടിയേരിയും പിണറായിയും കാണാം. അതോടൊപ്പം തന്നെ തലയെടുപ്പുള്ള നേതാക്കൾക്കൊപ്പം വി.എസ്. നിൽക്കുന്ന ഒരു ചിത്രം കൂടി കാണാം. ഇവിടെ ജ്യോതി ബസുണ്ട്, ഗൗരിയമ്മയുണ്ട്, E.K. നായനാരുണ്ട്. അതിനിപ്പുറേ നമുക്ക് വി.എസും ഉമ്മൻചാണ്ടിയും നിൽക്കുന്ന ചിത്രം കാണാം. വി.എസും കരുണാകരനുമുള്ള ചിത്രം കാണാം. കരുണാനിധിക്കൊപ്പമുള്ള വി.എസിൻ്റെ ചിത്രം കാണാം. ഇങ്ങനെ വി.എസിൻ്റെ ജീവിത സന്ദർഭങ്ങളിൽ ഉള്ള നിരവധി കാര്യങ്ങൾ നമുക്കിവിടെ ചിത്രരൂപത്തിൽ ഈ വീടിൻ്റെ വേലിക്കകത്ത് വീടിൻ്റെ മതിൽ കെട്ടുകളിൽ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്നത് കാണാം. അതിലേറെ പ്രധാനപ്പെട്ടൊരു കാര്യം, വി.എസിൻ്റെ വീട് ഈ കാണുന്നതാണ് വി.എസിൻ്റെ വേലിക്കകത്ത് വീട്. വി.എസ്. ജനങ്ങളെ കണ്ടിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. വി.എസ്. ഏറെക്കാലവും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും പാർട്ടി പ്രവർത്തനവുമായി ഒക്കെ ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തായിരുന്നു. പക്ഷേ ഓണത്തിനും അതോടൊപ്പം വിശേഷ ദിവസങ്ങളിലുമൊക്കെ വി.എസ്. ഈ വീട്ടിലെത്തിയിരുന്നു, മറക്കാതെ എത്തിയിരുന്നു. വേലിക്കകത്ത് വീട്ടിലെത്തുമ്പോൾ വി.എസിനെ കാണാൻ ആലപ്പുഴയിലെ സഖാക്കൾ, നാട്ടുകാർ, സാധാരണക്കാർ ഒക്കെ എത്തിയിരുന്നൊരു വീടാണ്. ഈ വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം വി.എസിൻ്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അർദ്ധകായ പ്രതിമ. ഇവിടെ ഇന്ന് വി.എസിൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് സ്ഥാപിച്ചത്. വി.എസിൻ്റെ സഹധർമ്മിണിയും മകൻ V.A. അരുൺകുമാറും ചേർന്നാണ് ഈ ശില്പം ഇവിടെ അനാച്ഛാദനം ചെയ്തത്. പ്രശസ്ത ശില്പി ഉണ്ണി കനായിയാണ് ഈ ശില്പം നിർമ്മിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വി.എസ്. എന്നാൽ എപ്പോഴും മലയാളികളെ സംബന്ധിച്ച് ചിരിക്കുന്ന ഒരു നേതാവാണ്, ആർദ്രതയുള്ള ഒരു നേതാവാണ്, ആശ്വാസം പകരുന്നൊരു നേതാവാണ്. അവരുടെ പ്രശ്നങ്ങളിലേക്ക് എന്നും ഓടിയെത്താൻ, അവർക്കൊപ്പം നിൽക്കാൻ, ചിരിച്ചുകൊണ്ട് കൈപിടിക്കാനുള്ള ഒരു നേതാവാണ് വി.എസ്. അത്തരത്തിൽ വി.എസിൻ്റെ ജീവസുറ്റ ഒരു അർദ്ധകായ പ്രതിമ, ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വി.എസിൻ്റെ അർദ്ധകായ പ്രതിമയാണ് വി.എസ്. നാട്ടുകാരെ കണ്ടിരുന്ന, സഖാക്കളെ കണ്ടിരുന്ന ഈ വീടിൻ്റെ ഉമ്മറത്ത് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിനിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വീടിൻ്റെ മതിൽക്കെട്ടുകളിലെല്ലാം വി.എസിൻ്റെ ഓരോ നിമിഷവും ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വി.എസിൻ്റെ ജീവിതത്തിൽ തുടക്കകാലം മുതൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായ
ഉണ്ടായിരുന്ന ഘട്ടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ ചിത്രരൂപേണ ആലേഖനം ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഉള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഇങ്ങനെ ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത് കാണാം. കളർക്കോട് സ്കൂളിൻ്റെ പടവുകളിൽ അക്ഷരമുറ്റത്തേക്ക് അധ്വാനിക്കുന്ന ജനതയുടെ വിപ്ലവ വഴികളിലേക്ക് നടന്നു കയറിയ VSൻ്റെ ബാല്യകാലത്തെ ഇവിടെ വരച്ചു ചേർത്തിരിക്കുന്നത് കാണാം. അതോടൊപ്പം അമ്മയുടെയും അച്ഛൻ്റെയും അകാല വിയോഗത്തെ തുടർന്ന് 7ാം ക്ലാസ്സിലാണ് VS പഠനം അവസാനിപ്പിക്കേണ്ടി വന്നത്. 7ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച് ജ്യേഷ്ഠൻ്റെ തയ്യൽക്കടയിൽ സഹായിയായി ആദ്യം ജോലി ചെയ്യുകയായിരുന്നു VS ചെയ്തിരുന്നത്. അത്തരത്തിൽ ജ്യേഷ്ഠൻ്റെ തയ്യൽക്കടയിൽ ജോലി ചെയ്യുന്ന VSൻ്റെ ഒരു ചിത്രം കാണാം. പിന്നീട് സഖാവ് കൃഷ്ണപിള്ള, സഖാക്കളുടെ സഖാവ് എന്നറിയപ്പെടുന്ന കൃഷ്ണപിള്ളയാണ്, ആലപ്പുഴയുടെ സഖാവ് കൃഷ്ണപിള്ള ആണ് VSനെ കൈപിടിച്ച് ഈ സമരവഴികളിലേക്ക്, കമ്മ്യൂണിസത്തിൻ്റെ പാതയിലേക്ക് നയിച്ചത് എന്നത് നമുക്കറിയാം. അത്തരത്തിൽ കൃഷ്ണപിള്ളയും സഖാക്കളും ചേർന്ന് ഇരിക്കുന്ന ഒരു യോഗത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് കാണാം. അതിൽ കൃഷ്ണപിള്ള പാർട്ടി ക്ലാസ് എടുക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. AKG ഉൾപ്പെടെയുള്ള സഖാക്കൾ VSനരികിലായി ഇരിക്കുന്നതും ഈ ചിത്രങ്ങളിൽ കാണാം. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വീരോചിതമായ സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഒരുപക്ഷെ കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ തന്നെ നടന്നിരുന്ന ഏറ്റവും ഉജ്ജ്വലമായൊരു സമരം, SRCPക്കെതിരെ നടന്ന, ദിവാൻ ഭരണകൂടത്തിനെതിരെ നടന്ന വലിയൊരു സമരം, ആ പുന്നപ്ര വയലാറിൻ്റെ സമരവീഥികളിൽ ഉജ്ജ്വലമായി ഉദിച്ചുയർന്നൊരു താരകമായിരുന്നു VS. ആ പുന്നപ്ര വയലാറിൻ്റെ ചിത്രങ്ങൾ നമുക്ക് കാണാം. VSൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പുന്നപ്ര വയലാർ സമരം. ആ പുന്നപ്ര വയലാർ സമരത്തിൽ അറസ്റ്റിലായ VSനെ പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ച കഥകൾ നമ്മൾ ഈറനണിഞ്ഞുകൊണ്ടാണ് കേട്ടത്. കാലിൻ്റെ അടിയിൽ, കാൽവെള്ളയിൽ ബയനറ്റ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച കഥകൾ VS തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മലയാളി ഒരുപക്ഷെ ആ വിപ്ലവ വീര്യത്തെ ആവേശത്തോടു കൂടി ഓർക്കുമ്പോഴും കണ്ണിൽ ഈറനണിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും VSൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും നമ്മൾ കണ്ടിട്ടില്ല. അത് ആ കണ്ണുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന വിപ്ലവത്തിൻ്റെ അഗ്നി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ VSൻ്റെ കുടുംബത്തിൻ്റെ ഒരു ചിത്രം കാണാം. ഭാര്യയും അതോടൊപ്പം തന്നെ മക്കളുമൊക്കെയുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു ചിത്രം, VSൻ്റെ കല്യാണ സമയത്തുള്ള ഫോട്ടോ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഉൾപ്പെടെ ഇവിടെ വരച്ചു ചേർത്തിരിക്കുന്നത് കാണാം. KK വസുമതി VSൻ്റെ സഹധർമ്മിണിയാണ്. അദ്ദേഹത്തോടൊപ്പം അരുൺകുമാർ ഉൾപ്പെടെയുള്ള മകനും മകളും ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ കൂടെ നിൽക്കുന്ന ചിത്രം നമുക്കിവിടെ കാണാം. അതിനിപ്പുറത്തേക്ക് വന്നാൽ മതികെട്ടാൻ ചോലയിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നേരിട്ട് VS പ്രായാധിക്യത്തെ പോലും മറികടന്നുകൊണ്ട് ആ മല നടന്നു കയറിയ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം നമുക്കിവിടെ കാണാം, അതിൻ്റെ ഒരു ചിത്രം നമുക്കിവിടെ കാണാം. ഉജ്ജ്വലമായ VSൻ്റെ സമര പോരാട്ടങ്ങളിൽ പരിസ്ഥിതിക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് VS ആ സമരങ്ങളെയെല്ലാം നയിച്ചത്. VSൻ്റെ ആശയങ്ങൾക്ക് അത്രയേറെ തെളിമയുണ്ടായിരുന്നു. ആ തെളിമയിൽ നിന്നുകൊണ്ടാണ് മതിൽകെട്ടാൻ ചോലയിലേക്കും ഭൂതത്താൻകെട്ടിലേക്കുമെല്ലാം VS നടന്നു കയറിയത്. അവിടെ പരിസ്ഥിതിക്ക് ഏറ്റ ആഘാതങ്ങളെക്കുറിച്ച് VS സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് ഇന്നത്തെ കാലത്ത് അതിലെത്ര പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. അതിനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ നിർണായകമായ ദേശീയ ജലപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS നേരിട്ടെത്തി അതിൻ്റെ പ്രവർത്തികൾ വിലയിരുത്തുന്ന ഒരു ചിത്രം കാണാം. ഇന്നും നമ്മൾ VSൻ്റെ ആ പദ്ധതികളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പൂയംകുട്ടി വനമേഖലയിലെ കയ്യേറ്റങ്ങൾ പരിശോധിക്കാനെത്തിയ VSനെ കാണാം. ഇത്തരത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ വിഷയങ്ങളിലെല്ലാം ഇടപെട്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, പരിസ്ഥിതി ഈ രാഷ്ട്രീയം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നത് ഏറെ ബോധ്യത്തോടുകൂടി തെളിമയോടുകൂടി പറഞ്ഞിരുന്ന നേതാവാണ് VS. അത്തരത്തിൽ VSൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, യാത്രകളിൽ ഒരുപാട് അത്തരം സന്ദർഭങ്ങൾ നമുക്ക് കാണാം. അതിനിപ്പുറം കാണുന്നതാണ് ജീരകപ്പാറ വനകയ്യേറ്റം പരിശോധിക്കാൻ എത്തിയ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സഖാവ് VSൻ്റെ ചിത്രം. ഇത്തരത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സമരങ്ങൾ നടത്തിയ നേതാവാണ് VS. അങ്ങനെ VSൻ്റെ ഈ ജീവിതയാത്രയിലെ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ നിർണായകമായ സന്ദർഭങ്ങൾ ഇവിടെ നമുക്ക് കാണാം. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് നടത്തിയ ചരിത്രപ്രസിദ്ധമായ പെമ്പിളൈ ഒരുമൈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്കിടയിലിരുന്ന VSൻ്റെ ചിത്രം ഇന്നും മലയാളക്കര മറന്നിട്ടില്ല എന്നതാണ്. അത്തരത്തിൽ ആ പെമ്പിളൈ ഒരുമയ്ക്ക് ആവേശമായി നിന്ന കേരളത്തിൻ്റെ വിപ്ലവ സൂര്യനാണ് VS അച്യുതാനന്ദൻ. ആ സമരത്തിന് VS എത്തിയപ്പോഴുണ്ടായ ആവേശം നമ്മളെല്ലാം കണ്ടതാണ്. നമ്മുടെ എല്ലാം ഓർമ്മകളിൽ ഇപ്പോഴും ഒളിമങ്ങാതെ നിൽക്കുന്ന ആ സന്ദർഭങ്ങളുണ്ട്. അത്തരത്തിൽ പെമ്പിളൈ ഒരുമയുടെ സമരത്തിൽ
VS എത്തിയ ചിത്രമുണ്ട്. അതോടൊപ്പം ഗവർണർ RL ഭാട്ടിയയ്ക്ക് മുൻപാകെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സഖാവ് VS സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചരിത്ര നിമിഷത്തിൻ്റെ ഒരു ചിത്രം കൂടി നമുക്ക് കാണാം. VS അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ചരിത്രം ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നു. ഒരു കുരുന്നിന് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്ന, അതിന് തുടക്കം കുറിക്കുന്ന, അരിയിൽ എഴുതിക്കുന്ന VSൻ്റെ ഒരു ചിത്രം നമുക്കിവിടെ കാണാം. അതോടൊപ്പം അതിനിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന ധീര രക്തസാക്ഷികൾക്ക് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന VSൻ്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ VSൻ്റെ സമരചരിത്രങ്ങളിൽ, സമരജീവിതത്തിൽ ഒളിമങ്ങാതെ നിൽക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് VSൻ്റെ ഈ വേലിക്കകത്ത് വീടിൻ്റെ മതിലിലും. അതോടൊപ്പം VS ഇന്നിവിടെ മരിക്കാത്ത ഓർമ്മകളായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധി ആളുകൾ വന്നു പോകുന്നത് നമുക്ക് കാണാം. VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലതവണ മലയാളികൾ ആഗ്രഹിച്ചു പോയ ഒരു വർഷക്കാലമാണ് കടന്നുപോയത്. കാരണം VS ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല. പല സന്ദർഭങ്ങളിലും പല നിമിഷങ്ങളിലും ഇന്ന് ഈ സന്ദർഭത്തിൽ, ഈ നിമിഷത്തിൽ ഒരു തീരുമാനത്തിനെടുക്കാൻ, ഓടിച്ചെല്ലാൻ, മലയാളിക്ക് ഒരു ഉറച്ച ശബ്ദം കേൾക്കാൻ VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മലയാളി കരുതാത്ത നിമിഷങ്ങൾ ഉണ്ടാകില്ല തന്നെ എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത്തരത്തിൽ VSൻ്റെ ഓർമ്മകൾക്ക് ഒരു വർഷം തികയുമ്പോൾ VSൻ്റെ ഈ വേലിക്കകത്ത വീട്ടിൽ നിരവധി ആളുകളെ സ്വീകരിച്ച, VS ജീവിച്ച ഈ വീട്ടിൽ നിരവധി ആളുകളാണ് VSൻ്റെ ഓർമ്മകൾ പുതുക്കാനെത്തുന്നത്, VSൻ്റെ പ്രതിമ കാണാനെത്തുന്നത്. VSൻ്റെ ജീവസുറ്റ പ്രതിമ നമ്മൾ നേരത്തെ കാണിച്ചു. ആ പ്രതിമയുൾപ്പെടെ കാണാനും അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാനും VSന് അഭിവാദ്യം അർപ്പിക്കാനും നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിലിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP, റിപ്പോർട്ടർ, കൊച്ചി.